പ്രൈസ് ഗോഡ്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ചില ജീവിത സാഹചര്യങ്ങൾ ചിലരൊന്നും സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നതാണെങ്കിൽ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാവേ. ചിലർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം ചിലർക്കൊന്നല്ല, എനിക്കൊക്കെ എന്ന് ചില സമയങ്ങളിൽ നമുക്ക് ചിലരെയൊന്നും സ്നേഹിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. നമ്മൾ ഏറ്റവും ഹേർട്ട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അവരൊക്കെ ചില സാഹചര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചില സിറ്റുവേഷൻ നിങ്ങളുടെ ഓഫീസിലുള്ള ആൾക്കാരായിരിക്കാം, ചില വീട്ടുകാരായിരിക്കാം, ബന്ധുക്കാരായിരിക്കും, ആൾക്കാരായിരിക്കും, കൂട്ടുകാരായിരിക്കും, അങ്ങനെയെല്ലായിരിക്കും. ഇവരുടെ പക്ഷെ നിങ്ങൾക്ക് അവരെ സ്നേഹിക്കണം. കാരണം നമ്മൾ ഇന്നും കണ്ടുമുട്ടുന്ന ആൾക്കാരാണ്. നമ്മൾ അവരോട് ഇടപെടേണ്ട സാഹചര്യങ്ങളുണ്ട്. നമുക്കിങ്ങനെ ഒരു ഫേക്ക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് തോന്നുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, തോന്നില്ല, എനിക്ക് ഏറ്റവും അനുഭവം വരുന്നത് പറഞ്ഞാൽ നമ്മൾ അവർക്ക് വേണ്ടി ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളാണ് നമുക്കിങ്ങനെ ഒരു വേദന തന്നിരിക്കുക, അല്ലെങ്കിൽ നമുക്കവർ സ്നേഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ അവരുടെ വയസ്സിനനുസരിച്ചുള്ള ജപമാലകൾ ചൊല്ലുക. എനിക്കത് ഭയങ്കര അനുഭവമായിട്ട് തോന്നിയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നമ്മൾ ഓർക്കുമെന്ന് പറഞ്ഞാൽ അവർക്ക് മാറ്റം വരുമെന്നല്ല, നമ്മൾക്ക് അവരെ സ്നേഹിക്കാനൊരു കൃപ വരും. കാരണം നമ്മൾ അവരുടെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോവുക. അവരുടെ അമ്മയുടെ വയറ്റിൽ ഉരുവായ ആ നിമിഷം മുതൽ ഈ ഒരു നിമിഷം വരെ, ഈ ഒരു വർഷം വരെ അവർ കടന്നുപോയ ഓരോ സാഹചര്യം നമ്മൾ ആ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുവാണെങ്കിൽ, അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അവർ ഒത്തിരി സ്നേഹത്തോടെ ചേർത്ത് നിൽക്കാൻ പറ്റും. കാരണം പരിശുദ്ധ അമ്മയുടെ ജപമാലയിൽ ഫുള്ളെന്ന് പറഞ്ഞാൽ എന്താ, എളിമപ്പെടാനുള്ള പ്രാർത്ഥനയാണ്, ഇവരെ സ്നേഹിക്കാനുള്ള പ്രാർത്ഥനയാണ്, അതൊരു വചനമാണ്. ഇതിൻ്റെയൊക്കെ അഭിഷേകം നമുക്കും കിട്ടും, അവർക്കും കിട്ടും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ അവരുടെ സ്നേഹം, അവരുടെ പെർസ്പെക്റ്റീവ് നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ഈശോ പറഞ്ഞിരിക്കുന്നതല്ലേ, നമ്മൾ എത്ര നേരം നമ്മൾ ക്ഷമിക്കണം എന്ന് ചോദിച്ചാൽ എത്ര പറഞ്ഞിരിക്കുന്നത്, 70 പ്രാവശ്യം എന്ന്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്ക് വേണ്ടി എത്രത്തോളം നമുക്ക് ജപമാലകൾ ചൊല്ലും, അത്രത്തോളം നമ്മൾ അത്രത്തോളം സ്നേഹമാണ് നമ്മുടെ മനസ്സിൽ നിറയ്ക്കുന്നത്. പിന്നെ ഇങ്ങനെ ഒരു വചനം പറയുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കുമെന്ന്. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, നമുക്ക് തുടക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ദേഷ്യത്തോടെ ആയിരിക്കും പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഈ ഒരു കൊന്ത അവസാനിച്ച് അവരൊരു വയസ്സിൻ്റെ കഴിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് ഒത്തിരി സ്നേഹത്തോടെ ചേർത്ത് നിൽക്കാൻ നമുക്ക് പറ്റും. ഒത്തിരി ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റും. ഈശോ അനുഗ്രഹിക്കട്ടെ. ആവേ മരിയ.